എന്നിട്ട് ഞങ്ങൾ ഫ്രഷായത് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് കൊണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഹിൽ സ്റ്റേഷനിലേക്കാണ്. ഇതാണ് ജഗ്രാണ്ട ട്രീ. അത് ബ്ലൂം ചെയ്ത് നിൽക്കുന്ന ടൈമാണിത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ആലോചിച്ചു മൂന്നാർ സീസൺ ആയിരിക്കുമോ, ഭംഗി ഉണ്ടാവുമോ കാണാൻ എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇവിടെ വന്ന് ജഗ്രാണ്ട ട്രീ ബ്ലൂം ചെയ്ത് നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. തേയിലത്തോട്ടത്തിൻ്റെയും ജഗ്രാണ്ട ട്രീസിൻ്റെയും ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോകുന്ന മറയൂരിലേക്കും കാന്തല്ലൂരിലേക്കുമാണ്. ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അതിൻ്റെ കാവടി തുള്ളലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ അമ്മച്ചി നേരെ തുള്ളി തുള്ളി എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങോട്ടൊരു അമ്മച്ചി പോയിട്ടുണ്ടെന്നൊരു വാർണിങ്ങും ആ ചേട്ടൻ നമുക്ക് തരുന്നുണ്ട്. മറയൂരെത്തിത ഞങ്ങളുടെ മുമ്പിൽ വന്ന് ചാടിയത് ഇവർ രണ്ടുപേരുമാണ്. അങ്ങനെ ഈ മാനിനെങ്കിലും നമുക്ക് കാണാൻ പറ്റിയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് യാത്ര തിരിച്ചു. കാട്ടുപോത്തൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണിത്. പക്ഷെ ഞങ്ങൾക്കൊന്നിനെയും കാണാൻ സാധിച്ചില്ല. ആകെപ്പാടി മാനിനെ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ വെൽക്കം ടു കാന്തല്ലൂർ എത്തിച്ചേർന്നു. ഈ ലോറി നിറച്ച് കൊണ്ടുവന്ന സാധനം കണ്ടോ, ഇത് കരിമ്പാണ്. ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം ഒരു ജാഗ്രി ഫാക്ടറി ഉണ്ട്, അവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഭ്രമരം വ്യൂ പോയിൻ്റ് കാണാനെത്തി. ഭ്രമരം ഫിലിമിൽ ലാലേട്ടൻ്റെ നാടായിട്ട് കാണിക്കുന്നത് ഇവിടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഭ്രമരം വ്യൂ പോയിൻ്റ് എന്ന പേര് വന്നത്. ഈ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഹട്ടിൽ എന്താണുള്ളതെന്ന് നോക്കാനായിട്ടാണ് ഞാൻ ഈ കയറുന്നത്. ഇവിടെ കുറേ പച്ചക്കറികളും കുറേ പുൽത്തൈലവും സാധനങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പുൽത്തൈലം ഉണ്ടാക്കുന്ന മെഷീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ കാണുന്നത് ഒരു ഗാർഡനാണ്, അവരുടെ തന്നെ ഗാർഡനാണ്. ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ദൈവമേ, ഈ ഓൻ തന്നെയല്ലേ നോക്കുന്നത്. ഓക്കെ, എസ്കേപ്പ്. റോസസും പല വെറൈറ്റിയിലുള്ള പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. ഇത് കണ്ട് ഒരു ബോൾ പ്ലാന്റിനകത്തിരിക്കുന്ന മാതിരിയുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇവിടുന്ന് ഞങ്ങൾ നടന്ന് പോകുന്നത് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ വ്യൂ പോയിൻ്റ് കാണിച്ചു തരാൻ ഇവിടുന്ന് വേറൊരു അതിഥിയും കൂടി ഉണ്ടായിരുന്നു. അതാണ് ആ കുഞ്ഞിനോട് ഇപ്പുറത്ത് നടക്കുന്നത്. എവിടെ പോയി? ബീച്ച് പോയോ? വ്യൂ പോയിൻ്റ് കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു ട്രീ ഹൗസ് ഉണ്ട്. ആ ട്രീ ഹൗസിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂസാണ് ഇതൊക്കെ. അങ്ങനെ സായു എല്ലാവർക്കും ബൈ ബൈ ഒക്കെ പറഞ്ഞ് കാന്തല്ലൂരിൽ നിന്ന് ഞങ്ങൾ പോരുന്നു. കാന്തല്ലൂരിൽ തന്നെ ഒരു ചെറിയ വാട്ടർഫോൾ കാണും. നേരത്തെ കുറേ പേര് കാവടി തുള്ളി പോയില്ലായിരുന്നു, ഷൂലൊക്കെ കുത്തിയിട്ട്. അത് ഈ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. നമ്മളുടെ ഇവിടുത്തെ പോലെ റോഡും ബ്ലോക്ക് ചെയ്ത് ആനയെപ്പിടിയും കുതിരപ്പിടിയൊന്നും ആ അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല. അവിടെ അത്യാവശ്യം ക്രൗഡ് പോലും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ആളുകൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. കുറച്ച് പാട്ടുകൾ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു.
അങ്ങനെ മൂന്നാറിൽ മാർക്കറ്റിലെത്തി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ ഡേ അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്തു. ബൈ ബൈ.